പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഓരോരുത്തരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിലെ ഓരോ നിമിഷവും അങ്ങേ കരുണ വർഷിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ ഒരു തിരുമണിക്കൂറിൽ ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ ഈ ഒരു കൃപയുടെ മണിക്കൂർ ആഘോഷിക്കാൻ തമ്പുരാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കും. കാരണം ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്രത്തോളം ഭാഗ്യവാന്മാരാണെന്നുള്ളൊരു തിരിച്ചറിവാണ്. ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയർത്തുന്ന പരാതികളാണ്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നോട് ആരും മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള പരാതികൾ പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ജീവിതാവസ്ഥകളിൽ പലപ്പോഴും നമ്മൾ പലവരോടും പറയാറുണ്ട്. പക്ഷേ ഒരിക്കലെങ്കിലും ഈ ഒരു മനോഭാവത്തെ പറ്റി തമ്പുരാൻ എന്തെങ്കിലും നമ്മളോട് ഈ കാര്യം ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ മറ്റുള്ളവരോട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് അവരോരോരുത്തർ നമ്മളെ മാറ്റി നിർത്തുമ്പോഴും തഴയുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന അതോ മനോവേദന തന്നെ തമ്പുരാനോട് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും തമ്പുരാന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തഴയുമ്പോൾ എത്രത്തോളം തമ്പുരാനെ വിഷമിക്കുന്ന കാര്യം ഒന്നോർത്താൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മളത് ചെയ്യുക പോലും ചെയ്യാറില്ല. ഈ ഒരു തിരുമണിക്കൂറിൽ ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ ബോധ്യമുള്ളവരാകാം, നമ്മൾ എത്രത്തോളം തമ്പുരാനെ അനുഗ്രഹിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമുക്ക് ഓരോരുത്തർക്ക് എത്താം. ആ ഒരു സ്നേഹം കൊണ്ട് തമ്പുരാൻ എത്രത്തോളം നമ്മളെ പൊതിയുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയാം. കാരണം തിരുവചനത്തിലുടനീളം നമ്മൾ കാണുന്നത് കരുണയുടെ മുഖമുള്ള തമ്പുരാനെയാണ്, നാഥനെയാണ്. ഓരോ നിമിഷവും കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും കരുണയത്തോടെ തന്നെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുകയും ആ ഒരു സ്നേഹത്തിൽ പൊതിയുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് നമ്മൾ കാണുക. ഒരുപക്ഷെ ഈ ഒരു നാളെ നമ്മളായിരിക്കുമ്പോൾ നമുക്കറിയാം, ഈ ഒരു ഭൂമിയിൽ ഓരോ രാജ്യങ്ങളും എത്രയോ മനോവിഷമത്തോടു കൂടിയാണ് കടന്നു പോകുന്നത്. ഒരു സ്ഥലത്ത് യുദ്ധസമാനമായ യുദ്ധക്കെടുതികളാൽ പല ആൾക്കാരും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം. വേറെ കുറേ ഇടങ്ങളിൽ മഴക്കാലകെടുതി കൊണ്ടും അല്ലെങ്കിൽ കാലാവസ്ഥയുടെ പല ബുദ്ധിമുട്ടുകൾ കൊണ്ടും വേദനിക്കുന്ന ഒത്തിരിയേറെ ആൾക്കാർ. പക്ഷേ വ്യക്തിപരമായിട്ട് നമ്മൾ ഓർക്കുമ്പോൾ നമുക്കറിയാം, എത്രയോ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ എത്രയോ കുടുംബങ്ങളുടെ ഇടങ്ങളിലാണ് പലപ്പോഴും ഒരു അസമാധാനവും അല്ലെങ്കിൽ സ്നേഹമില്ലായ്മയൊക്കെ അനുഭവിച്ചു പോകുന്ന എത്രയോ മനുഷ്യർ. നമ്മുടെയൊക്കെ സ്വീകാര്യതയിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ഒരു സാന്നിധ്യത്തിൽ പലപ്പോഴും നമുക്കറിയാം ഈശോയുടെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ കരയാറുണ്ട്. അത് നമ്മളെ തന്നെ തമ്പുരാനെ വിട്ടുകൊടുത്തുകൊണ്ട് ആ ഒരു സങ്കടം പറയാറുണ്ട്. പക്ഷെ അതിനോ എത്രയോ 10 മടങ്ങാണ് ഈ ഒരു കരുണ ആഗ്രഹിക്കാൻ പോലും പറ്റാതെ എത്രയോ ആൾക്കാരാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്. വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുന്നത്, എൻ്റെ പിതാവായ ദൈവം കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ ഓരോരുത്തരും കരുണയുള്ളവനാകാൻ. ഒരു പ്രേക്ഷിത ദൗത്യം നമുക്ക് ഓരോരുത്തർക്കും തരുമ്പോൾ എൻ്റെ ജീവിതത്തിലൂടെ ഞാനായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും ആ ഒരു പ്രേക്ഷിത ദൗത്യം എത്രത്തോളം നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നുള്ള കാര്യം നമ്മൾ ഓരോ നിമിഷവും ഓർക്കേണ്ടതുണ്ട്. കാരണം അത്രത്തോളം സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഓരോ നിമിഷവും പിന്നെയും കരുണയുടെ മുഖം എനിക്ക് ലഭിക്കുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ഓരോ ഇടങ്ങളിലുമാണ്. ഒരുപക്ഷെ പാതിരപ്പിയെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, ഭൂമിയിൽ സൂര്യപ്രകാശം തട്ടുന്നത് പോലെ ഓരോ ദിവസവും വിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓരോരുത്തരും ഈ വിശുദ്ധ കുർബാന സ്വീകരിച്ച് നാവിൽ ആ തിരുവോസ് എരിഞ്ഞു തിരിഞ്ഞത് പോലെ തന്നെ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് അരിഞ്ഞു ചേരുന്നുണ്ട്. പക്ഷേ നമ്മളിൽ എത്ര പേര് വിശുദ്ധ കുർബാനയായിട്ട് മാറുന്നുണ്ട്? അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന കരുണയായിട്ട് മാറുന്നുണ്ട്?
ആ ഒരു സ്നേഹമായിട്ട് നമ്മളിൽ എത്ര പേര് മാറുന്നുണ്ട്? ഉള്ളിൻ്റെ ഉള്ളിൽ പൊള്ളിപ്പിക്കുന്ന ചോദ്യമാണ്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്തുവായിട്ട് മാറാനുള്ള വിളി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. തിരുവോസ്തി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അരിഞ്ഞു തീരുന്നത് പോലെ തന്നെ ക്രിസ്തു എൻ്റെ ജീവിതത്തിലൂടെയും ജനിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവർ നമ്മൾ നീയൊക്കെ ഒരു ക്രിസ്ത്യാനിയാണോ എന്നുള്ളൊരു അഭിസംബോധന വരെ ചെയ്തിട്ടുള്ള നിമിഷങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, കരുണയാൽ പൊതിഞ്ഞ നാഥൻ, അവൻ്റെ അനുയായിയായ ഞാൻ കരുണയുടെ മുഖത്തോടു കൂടിയാണ് വർത്തിക്കുന്നത്. ഈ ഒരു തിരുമണിക്കൂറിലായിരിക്കുമ്പോൾ, ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമുക്ക് വായിരിക്കാം. നമുക്കറിയാം, അപ്പനും അമ്മയൊക്കെ ഉള്ളപ്പോൾ കുറച്ച് കൊഞ്ചാനും അല്ലെങ്കിൽ ആ ഒരു ആശ്രയത്വം അനുഭവിച്ചുകൊണ്ട് അവരെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തൊക്കെ പറയുമെന്നുള്ളൊരു കാര്യം. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രത്തോളം ആശ്രയത്വം വലിയ സംരക്ഷണം തോന്നുന്നൊരിടമാണ് ദിവ്യകാരുണ്യം. ഭൂമിയിൽ ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സ്നേഹക്കുറവ് അനുഭവിക്കുമ്പോൾ സ്നേഹക്കൂടുതൽ അനുഭവിക്കുകയും ആശ്രയിക്കുകയും ചെയ്യേണ്ടത് ദിവ്യകാരുണ്യത്തിൽ നിന്നാണ്. ബോധ്യമുള്ളവരായിട്ട് മാറാം. എന്നെ സ്നേഹിക്കുന്നത്, എന്നെ പരിപാലിക്കുന്നത്, എന്നെ ചേർത്ത് പിടിക്കുന്ന അത്രത്തോളം അറിയാനുള്ളൊരു ഇടമാണ് ഈ ദിവ്യകാരുണ്യം. കരുണയുടെ മുഖത്തോടു കൂടി തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും നോക്കുമ്പോൾ, തിരുവോസ്തിയോളം ചെറുതായി നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുമ്പോൾ ഒരു മനോഭാവത്തോടു കൂടി നമുക്കായിരിക്കാം. ആ പ്രേക്ഷിത ദൗത്യം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട്, ആ ഒരു പ്രേക്ഷിത ദൗത്യം നമ്മളായിരിക്കുന്ന ഓരോ ഇടങ്ങളിലും എത്തിച്ചുകൊണ്ട് കരുണയുടെ മുഖമുള്ള പ്രേക്ഷിതരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. പഴയ നിയമത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ കരുണയുടെ വാക്കിന് അവർ ഉപയോഗിക്കുന്നത് ഹെസദ് എന്നാണ്. ഒരുപക്ഷെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സ്നേഹത്തെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. ഒരുപക്ഷെ ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരും നമ്മളെ ഒരു മനുഷ്യനോട് കരുണ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചൊരു താഴ്മയോടുകൂടി സംസാരിക്കുമ്പോൾ പലപ്പോഴും അവർ കളിയാക്കുന്നത് നീ അവനോട് കുറച്ചുകൂടി തരതാഴ്ന്ന് സംസാരിച്ചു എന്നൊക്കെയാണ്. പക്ഷേ തമ്പുരാന്റെ കരുണ മറ്റൊന്നാണ്. ഓരോ മനുഷ്യനും നമ്മൾ ഉറപ്പാക്കേണ്ട സ്നേഹമാണ് ഈ കരുണ എന്ന് പറയുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഓരോ മനുഷ്യരെയും സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുക എന്നുള്ളത്. നമ്മുടെ ഓരോ ഇടങ്ങളിലും പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ കൂട്ടിയിണക്കപ്പെട്ട കുറേ ഉത്തരവാദിത്വമുള്ള കുറേ ആൾക്കാരുണ്ട്. മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും, ഒപ്പം നമ്മൾ സ്നേഹിക്കുന്ന കുറേ ഗണത്തിനുള്ള കുറേ ആൾക്കാരും, അവരെല്ലാവരെയും സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും തമ്പുരാൻ നമ്മളെ ഭരമേൽപ്പിച്ചതാണ്. ആ ഒരു ഉത്തരവാദിത്വം നമ്മളിൽ എത്ര പേര് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓർത്തെടുക്കാം. കാരണം എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നവരാണ് അവരോരോരുത്തരും. തമ്പുരാൻ്റെ കരമായിട്ട് ഞാൻ ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ഓരോ നിമിഷങ്ങളിലും ആയിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം എന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പരിശോധിച്ച് എൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എത്ര നാളായി എൻ്റെ അപ്പനോട് ഞാനൊന്ന് മിണ്ടിയിട്ട്, എത്ര നാളായി അമ്മയോടൊന്ന് സന്തോഷത്തോടുകൂടി സംസാരിച്ചിട്ട്, എത്ര നാളായി സ്നേഹത്തോടു കൂടി എൻ്റെ സഹോദരങ്ങളോടൊന്ന് മിണ്ടിയിട്ട്. പല അവസരങ്ങളിലും ഈ ആകുലതകൾ നമ്മളെ അലട്ടുമ്പോഴും ഈ വേദനകൾ നമ്മൾ ഓരോരുത്തരെയും പിന്താങ്ങുമ്പോഴും പലപ്പോഴും നമ്മൾ അതിൻ്റെ വ്യാപ്തിയെപ്പറ്റി ചിന്തിക്കാറില്ല. കരുണയായ നാഥൻ നമ്മുടെ ജീവിതത്തിലും ആ കരുണയോടുകൂടി വർത്തിക്കാനാണ് ആഗ്രഹിക്കുക. വളരെ ഭംഗിയായിട്ട് പറയുന്നില്ലേ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കണം. കാരണം അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത് കരുണയാണ്. ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചുറ്റുമുള്ള ഓരോ മനുഷ്യരെയും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. അതൊരു ഉത്തരവാദിത്തത്തിന് അപ്പുറത്തോട്ട് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതല്ല, അതിനപ്പുറത്തോട്ട് നമ്മൾ ഓരോരുത്തരും കൊടുക്കാൻ ആവശ്യപ്പെട്ടതാണ് ഹെസദ് എന്ന് പറയുന്ന ഈ കരുണ. അവരുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും തമ്പുരാൻ്റെ കരമായിട്ട് മാറാനും നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടതാണെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. ഈ ഒരു തിരുമണിക്കൂറിൽ, സ്വർഗം തന്ന ഈ മണിക്കൂറിൽ, ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യനും ജീവിതത്തിലേക്ക് കരുണ വർഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ നമുക്കും നമ്മുടെ ജീവിതവും തമ്പുരാൻ്റെ സ്നേഹത്തിലേക്ക് ചേർത്ത് വയ്ക്കാം. കാരണം സ്വർഗസ്ഥനായ പിതാവെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് രണ്ട് തരത്തിലുള്ള സ്നേഹമാണ്. ഒന്ന്, ദൈവത്തോടുള്ള എൻ്റെ സ്നേഹവും സഹോദരങ്ങളോടുള്ള എൻ്റെ സ്നേഹവും. കുരിശിൽ കാണുന്നത് പോലെ രണ്ട് പാളികൾ, ലംബമായിട്ടും സമാന്തരമായിട്ടുമുള്ള രണ്ട് സ്നേഹങ്ങൾ.
ഈ ഒരു സ്നേഹബന്ധത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മുടെ പ്രാർത്ഥനകൾ. ഒരുപക്ഷെ ദൈവത്തോട് ഞാൻ ആ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സഹോദരങ്ങളോട് ആ സ്നേഹം കാണിക്കുന്നില്ലെങ്കിൽ ആ പ്രാർത്ഥന അവിടെ പൂർത്തിയാവുന്നില്ല. സ്നേഹമുള്ളവരെ, ഈ ഒരു ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ നമ്മുടെ ഇടങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയെ, നിൻ്റെ കരുണയാൽ ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളും മുദ്രിതമാകണമേ. കാരണം ഈശോ ഒരിക്കൽ പോലും അതിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകാത്തൊരു സ്നേഹമാണ് ഉറപ്പാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹെസദ്, പഴയ നിയമ കാലഘട്ടങ്ങളിൽ ഈ ഒരു കരുണയെപ്പറ്റി വാക്ക് ഉപയോഗിക്കുമ്പോൾ അതൊരിക്കൽ പോലും അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടിട്ടില്ല. ഉറപ്പാക്കിയ സ്നേഹമാണ്. എൻ്റെ ജീവിതത്തിലും തമ്പുരാൻ ഉറപ്പാക്കിയ സ്നേഹത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാം. ഈശോയെ ആരാധന. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.